ഞാൻ വേടനെ കുറിച്ച് ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ വേടൻ്റെ അച്ഛൻ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ തൊട്ട് ജോലിക്ക് വന്നിരുന്നു. ആ വേടൻ്റെ ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷമാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞത് വേടൻ്റെ അച്ഛനാണെന്ന്. പക്ഷെ വേടൻ്റെ അച്ഛനോടൊന്നും അറിയണേക്കും മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു റേഡിയോ നല്ല പോലെ കേൾക്കുന്ന ഒരാളാണ്. റേഡിയോ ഗാനങ്ങൾ ചാനൽ ഏത് സമയവും പാട്ടുള്ള ചാനൽ റേഡിയോയുടെ ഏത് സ്റ്റേഷനാണെന്ന് അറിയില്ല, ഏത് സമയവും റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആള് ചെലവഴിക്കുന്ന ഒരാളാണ്. ആ ഒരു പ്രത്യേകത ആളെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പണിക്ക് വന്നതിന് ശേഷമാണ്. പക്ഷെ ഇല്ല, പുള്ളിയാണ് അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ആള് വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു. സൈലന്റ് മനുഷ്യനാണ്. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഈ കെട്ടിടത്തിൽ പണിക്ക് വന്നത്. ഒരു ആളിപ്പോ ആ സെൻട്രിങ്ങിന്റെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഈ സൈറ്റ് അല്ലെങ്കിൽ വേറെ സൈറ്റ്, ഈ സൈറ്റിൽ കുറച്ച് നാൾ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളെ റേഡിയോ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. സാധാരണ ഒരാൾ പണിക്ക് വരുമ്പോൾ പണിക്ക് വന്നാൽ മതിയല്ലോ, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ആളുടെ സന്തോഷ സാഹചര്യമായിട്ട് റേഡിയോയും കൂടി ഉണ്ട്. അല്ല, വേടനെ കുറിച്ച് മോശം പരാമർശം വന്നത്, മോഡനെ കുറിച്ച് മോശം പരാമർശങ്ങൾ വന്നത് ഭയങ്കര പ്രശ്നമുണ്ട്. ആർക്കും ഒരു തെറ്റ് പറ്റാം. പക്ഷെ വേടൻ തന്നെ സ്വയം മാറാന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം തിരുത്താൻ പറഞ്ഞു. വേടന്റെ ദുശീലങ്ങളൊന്നും ആരും കണ്ടുപിടിക്കരുത്, അത് നല്ല ഇൻഫ്ലുവൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതൊക്കെ പറഞ്ഞപ്പോൾ വേടനെ നമ്മളൊരു കൈ കൊടുക്കാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വേടൻ പുതിയ പാട്ടുകൾ വേടന്റെ കേൾക്കാനുള്ളൊരു അവസരങ്ങൾ നമുക്ക് ഒന്ന് വേണ്ടിയിരുന്നു. വേടന്റെ വെറൈറ്റി ലുക്ക്, ആ ബ്ലാക്ക് ബ്രാൻഡ് ഷർട്ട്, അതൊരു ശരിക്കൊരു വെറൈറ്റി തന്നെയാണല്ലേ. ലുക്ക് അത് ലുക്ക് തന്നെയാണ്, ലുക്ക് മാസ് തന്നെയാണ്. അപ്പൊ വേടാൻ ഒരു താങ്ക്സ് വേടന്.